ഞായറാഴ്ച രാവിലെ നമ്മൾ പറശ്ശിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 6:40 വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടായത്. 8:15 എത്തി. കറക്റ്റ് പറഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലീവിലെ ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല തെയ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊന്ന് കറങ്ങിയ ശേഷം നമ്മൾ പയറും തേങ്ങാപ്പൂളും തിന്നു കേട്ടോ. ഇന്ന് ഫോട്ടോയിൽ എടുത്തിട്ടുണ്ടായി. ഇപ്രാവശ്യം നമ്മൾ ബോട്ടിലൊന്നും കയറിയിട്ടുണ്ടായിട്ടാ. പിന്നെ എന്താ വെച്ചാൽ പിള്ളേർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടാ. പിന്നെ വിശന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ചായ കുടിച്ചിട്ടാ. വെള്ളയപ്പം, മുട്ടക്കറിയും, ഇടിയപ്പവും, കടലക്കറിയും പിന്നെ പൂരിയും ബാജിക്കറിയും തിന്നിട്ട് നേരെ ചന്തയിൽ കൂടെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. വണ്ടി കുറേ ദൂരമാട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് മോരുമ്പള്ളും ബത്തക്കോളെല്ലാം കുടിച്ചിട്ടുണ്ടായിന്. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച സൈഡിൽ പോവാതിരിക്കുന്ന നല്ലതെന്ന് തോന്നിട്ട് അങ്ങനത്തെ തിരക്കാണ് കേട്ടോ എല്ലായിടത്തും ഉണ്ടായത്. ആദ്യം നമ്മൾ പറശ്ശിനിക്കട നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോയ തലതിരിഞ്ഞ വീട്ടിലേക്കാണ് കേട്ടോ. പറശ്ശിനിക്കട നിന്ന് ഇരുന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയത്ത് യാത്ര ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഞാൻ എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ട് ഒരു മണിക്കൂറിലധികം നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴി കണ്ണൂർ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാണ്ട് പോയി. ഞാൻ ചോറ് കഴിച്ചു, മക്കളെ രണ്ടാളും ബിരിയാണി കഴിച്ചു, മാഷറ നെയ്ച്ചോറാട്ട കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഫുഡും കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പയ്യന്നൂർ എത്തിയിട്ടാകുമ്പോൾ ഒന്ന് സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 2-3 സാധനം മേടിച്ചു. നമുക്ക് കാഞ്ഞങ്ങാട് സ്റ്റുഡിയോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്താനാകുമ്പോൾ വഴിയിൽ നിന്ന് ചായയും കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടാ.